ആർത്തി വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി വറുത്തരച്ച് വയ്ക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യം നാടൻ കോഴി, ഇതൊരു 1.25 കിലോ ഉണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു 7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി, വറുത്തരച്ചത്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല. ഇത്രയാണ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് മൺചട്ടിയാണ്. ഞാൻ എന്ത് കറി വെച്ചാലും കൂടുതലും മൺചട്ടി തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. ഒരു വേറെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ മൺചട്ടി ചൂടാക്കാൻ വെക്കുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് തിളച്ച് വരുന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ച് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒന്ന് ആയി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നു. ചെറിയുള്ളി ഒന്ന് നല്ലപോലെ വഴണ്ട് വരണം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വഴറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മസാലപ്പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ പച്ചമണം മാറണ വരെ നമ്മളത് ഈ ചെറിയുള്ളിയുടെ കൂടിയിട്ട് നല്ലപോലെ സോക്ക് ചെയ്യും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് എല്ലാം നല്ലപോലെ സോക്ക് ചെയ്ത് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ സോക്ക് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലപോലെ സോക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 സ്പൂൺ ആണ്, ഏകദേശം 2 സ്പൂണോളം ഞാൻ ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതും നല്ലപോലെ ഇതിൻ്റെ കൂടെ മിക്സായി നല്ലപോലെ പച്ചമണമൊക്കെ മാറി വരണം. അതുവരെ നമുക്കൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ പച്ചമണമൊക്കെ മാറി ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് സോക്ക് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് നല്ലപോലെ മിക്സാക്കണം. വറുത്തരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. നമ്മൾ എടുക്കുന്ന കുറച്ച് തേങ്ങ, മല്ലി, മുളക്, ഇതെല്ലാം കൂടി നമ്മൾ ഒരു പാനിൽ വെച്ച് നല്ലപോലെ സോട്ട് ചെയ്ത് ബ്രൗൺ കളർ ആവുന്നവരെ നല്ലപോലെ സോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വറുത്തര റെഡിയാവും. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നമ്മളൊന്നതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് ഇടുക. അങ്ങനെ നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ പീസ് മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഡിമ്മാക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്.
ഇത് നാടൻ കോഴി ഉപയോഗിച്ച് ചെയ്തതായതുകൊണ്ട് എല്ലൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, ബട്ട് ഹെൽത്തി ആയിരിക്കും. ബ്രോയിലർ ചിക്കനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു നല്ലത് നമ്മളിങ്ങനത്തെ നാടൻ കോഴി മേടിച്ച് കുക്ക് ചെയ്യുന്നതാണ്. ഇത്രയും ഞാൻ വറ്റിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് വറ്റിക്കാം. ഞാൻ ഇത് ഇത്ര വറ്റിക്കുന്നുള്ളൂ. ഇനി ഞാനിത് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്, ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുകയാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ കഴിക്കാൻ ഏറ്റവും ബെറ്റർ ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പമോ ഇടിയപ്പമോ ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നാടൻ ചിക്കൻ കറി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.